എൻ്റെ ഒരു നിഗമനത്തിൽ എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ ഒരു ഡേറ്റാസ് അനുസരിച്ച് ഫിലിം സ്റ്റാർ ദിലീപിൻ്റെ അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞ് 27-ാം തീയതിയാണ്. 27-ാം തീയതി എന്ന് പറയുമ്പോൾ 2+7 = 9. അതുപോലെ തന്നെ 2025 എന്ന് പറയുന്ന വർഷത്തിൻ്റെ നമ്പറുകളെ കൂടിയെടുക്കുമ്പോൾ 2025 225 = 9 എന്ന് വെച്ചാൽ കഴിഞ്ഞ 9 വർഷമായിട്ടുള്ള അദ്ദേഹം നേരിടുന്ന ആരോപണത്തിന് ഇന്നൊരു പരിസമാപ്തി കുറിച്ചിരിക്കുകയാണ്. അതായത് വർഷത്തിൻ്റെ നമ്പറും അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും തമ്മിൽ മാച്ചിങ്ങായി വന്നിരിക്കുന്നു 2025. അതുകൊണ്ട് കോസ്മിക്കിൽ നിന്നും ദൈവഭാഗത്തു നിന്നും അദ്ദേഹത്തിന് ഒരു ബ്ലെസ്സിങ്സ് കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം കുറ്റവിമുക്തനായിരിക്കുന്നു. ഇത് ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹം എത്രത്തോളം കുറ്റവിമുക്തനാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇപ്പോഴും പകുതിയിൽ കൂടുതൽ വരുന്ന സ്ത്രീകളും അതുപോലെ പകുതിയോളം വരുന്ന പുരുഷന്മാരും ഇപ്പോഴും അദ്ദേഹം കുറ്റം ചെയ്തിരുന്നു എന്നാണ് മനസ്സിൽ വിശ്വസിക്കുന്നത്. കോർട്ടിൻ്റെ വിധി വന്നിട്ട് പോലും ഭൂരിഭാഗം വരുന്ന ആൾക്കാരും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. എന്തു തന്നെ ആയാലും ശരി, അദ്ദേഹത്തിന് ഈ 2025 എന്നുള്ള വർഷം കടാക്ഷിച്ചിരിക്കുന്ന കാരണം അദ്ദേഹത്തിൻ്റെ ലക്കി നമ്പർ 9 വർഷത്തിൻ്റെ നമ്പർ 9 ആയതുകൊണ്ട് തീർച്ചയായിട്ടും കോസ്മിക്കിൽ നിന്നും ദൈവഭാഗത്തു നിന്നും അദ്ദേഹത്തിന് ഒരു ബ്ലെസ്സിങ്സ് കിട്ടിയിരിക്കുന്നു. അദ്ദേഹം കുറ്റമുക്തനായിരിക്കുന്നു. ഇനിയും ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് ഉള്ള കാര്യങ്ങൾ പിന്നീട് നമുക്ക് നോക്കാം. ഇപ്പം നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്തും ഇയറും തമ്മിലുള്ള കണക്ഷൻസ് ബേസ് ചെയ്താണ് നമ്മൾ ഫലങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2-ാം നമ്പറുകാരെക്കുറിച്ച് പറയുമ്പോൾ 2-ാം തീയതി ജനിച്ച ഇംഗ്ലീഷ് മാസത്തിലെ 2-ാം തീയതി ജനിച്ച വ്യക്തികൾ, പിന്നെ അതുപോലെ തന്നെ ആണെങ്കിൽ 11-ാം തീയതി ജനിച്ച വ്യക്തികൾ, പിന്നെ 20-ാം തീയതി ജനിച്ച വ്യക്തികൾ, 29-ാം തീയതി ജനിച്ച ആൾക്കാർ. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ലക്കി നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 2-ാം തീയതി ജനിച്ച വ്യക്തികൾക്ക് ഈ വർഷത്തിൻ്റെ 2026 എന്ന വർഷത്തിൻ്റെ ആ നമ്പേഴ്സിൻ്റെ കൂട്ടിയെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സംഖ്യ 1 ആണ്. അപ്പോൾ 1 എന്ന് പറയുന്ന സൂര്യൻ്റെ എനർജിയോട് 2 എന്ന് പറയുന്ന ചന്ദ്രൻ്റെ എനർജിക്ക് വളരെയേറെ സാമ്യതയും വളരെയേറെ പൊരുത്തവുമുണ്ട്. അതായത് സൂര്യനിൽ നിന്ന് വരുന്ന ആ ഒരു പ്രകാശം ചന്ദ്രോപരിതലത്തിൽ ചന്ദ്രൻ്റെ സർഫസിൽ പതിച്ച ശേഷം അത് റിഫ്ലക്റ്റ് ചെയ്ത് ഭൂമിയിലേക്ക് വരുന്ന ആ ഒരു ഇതാണ് നമ്മൾ ചന്ദ്രൻ്റെ ഒരു ചെറിയ പ്രകാശമായിട്ട് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സൂര്യൻ ശക്തി പ്രാപിക്കുമ്പോൾ അതിൻ്റെ എഫക്റ്റ് ചന്ദ്രനും ഉണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും 2-ാം നമ്പറിൽ ജനിച്ച വ്യക്തികൾക്ക് ഞാൻ ഈ പറഞ്ഞ തീയതികൾ 2, 11, 20, 29 ഇംഗ്ലീഷ് മാസത്തിൽ ജനിച്ച വ്യക്തികൾക്ക് തീർച്ചയായിട്ടും 2-ാം നമ്പറിൽ ജനിച്ച 2-ാം നമ്പറായിട്ട് വരുന്ന വ്യക്തികൾക്ക് അവർക്ക് ധനപരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകും. അച്ചട്ടുമായിട്ടുള്ള കാര്യമാണ് ധനപരമായിട്ടുള്ള ഉയർച്ച. അതുപോലെ തന്നെ വിവാഹം നടക്കാത്ത വ്യക്തികൾക്ക് വിവാഹം നടക്കുക. അതുപോലെ ജോലി കിട്ടാത്ത വ്യക്തികൾക്ക് തീർച്ചയായിട്ടും